ആലപ്പുഴയിൽ ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന എലിവേറ്റഡ് ബൈപ്പാസ് ഹൈവേയുടെ 4 ഗേർഡറുകൾ തകർന്നു വീണു. ബീച്ചിന് സമീപം 4 ഗേർഡറുകളാണ് തകർന്നു വീണത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24ന് ലഭിച്ചു. അപകടത്തിൽ വിദഗ്ധ സമിതി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. രാവിലെ അത്യുഗ്ര ശബ്ദത്തോടെയാണ് 90 ടണ്ണോളം ഭാരം വരുന്ന 4 പടുകൂറ്റൻ ഗർഡറുകൾ നിലം പതിച്ചത്. അവിടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് വന്നപ്പോൾ ഇവിടം വരെ എത്തുള്ളൂ. സാധാരണ നോർമലി ഞാൻ അവിടെയാണ് നിൽക്കാറുള്ളത്, ഫ്രണ്ടിന്റെ വീടാ അത്. അപ്പോൾ ഞാൻ അവിടെ സാധാരണ നിൽക്കാറുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. പിന്നെ ഓടുമായിരുന്നു. നടുക്കുന്നു ഈ സൈഡിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് വീണു. പിന്നെ അങ്ങനെ കറങ്ങി എല്ലാം കൂടെ ഒറ്റടിക്കാൻ വീണു. സമീപത്ത് തൊഴിലാളികൾ താമസിക്കുന്ന താൽക്കാലിക ഷെഡിന് മീതെയാണ് ഗർഡറുകൾ പതിച്ചതെങ്കിലും സംഭവ സമയത്ത് അതിനുള്ളിൽ തൊഴിലാളികളോ സമീപത്ത് മറ്റാളുകളോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സമീപത്തെ ഒരു വീടിന് ഭാഗികമായ തകരാറുമുണ്ടായി. എന്റെ വീട് ഉൾപ്പെടെ കിടന്ന് കുലുങ്ങി. വീട് ഉൾപ്പെടെ ഞാനും ഓർത്ത് വീട് ഉൾപ്പെടെ പോവുകയാണ്. നിർമ്മാണത്തിലെ പിഴവുകളാണ് ഗർഡറുകൾ തകരാൻ ഇടയാക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കളും നാട്ടുകാരും ആരോപിച്ചു. തകർന്നു കിടക്കുന്ന ഗർഡറുകൾക്കുള്ളിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആരുമില്ല എന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥിരീകരിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും സ്ഥലത്തെത്തി. വിദഗ്ധ സമിതി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. ഒരുപക്ഷെ ഭാഗ്യം തുടച്ചിലായിരുന്നെങ്കിൽ ഇന്ന് പല വീടുകളിലും കൂട്ട നിലവിളികൾ ഉയർന്നേനെ. ആലപ്പുഴ ബീച്ചിലെത്തുന്ന സഞ്ചാരികൾ, കാർ പാർക്ക് ചെയ്യാനെത്തുന്നവർ, പ്രഭാത സവാരിക്കെത്തുന്നവർ, അങ്ങനെ ഒരുപാട് മനുഷ്യർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ.